ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മുരിങ്ങയില അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വയോപീഡിയയിലേക്ക്. ഔഷധ ഗുണങ്ങളുടെ കലവറയായ മുരിങ്ങയ്ക്ക ഒരു അത്ഭുത മരമെന്ന് അറിയപ്പെടുന്നത്. ഇതിലെ ഇല, പൂവ്, കായ് എന്നിവയെല്ലാം പോഷകങ്ങളാൽ സമ്പന്നമാണ്. പോഷകങ്ങളുടെ ഉറവിടമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വൈറ്റമിൻ എ, സി, B1, B2, B3, B6 എന്നിവ, കാൽസ്യം, അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ മുരിങ്ങയിലയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയില ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുരിങ്ങയില ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും മുരിങ്ങയില സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും മുരിങ്ങ ഉപയോഗപ്രദമാണ്. കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയ ഒരു ചെടിയാണ്. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്നു. ചർമ്മത്തിന് തിളക്കം നൽകുന്നു. മുരിങ്ങയില കൊണ്ട് ഫേസ് പാക്കുകൾ തയ്യാറാക്കാം. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയില ചേർത്ത് എണ്ണ മുടി തഴച്ചു വളരാനും സഹായിക്കുന്നത്. എണ്ണ കാച്ചി തലയത്തെ പുരട്ടുന്നതും നല്ലതാണ്. ഇതിലെ നാരുകൾ ദഹനത്തിനെ സുഗമമാക്കാനും സഹായിക്കുന്നു. വീട്ടിൽ ഒരു കമ്പ് നട്ട് വളർത്തിയാൽ മതി, നിറയെ ഇലകൾ ഉണ്ടാകും. നമ്മൾ അതിൻ്റെ ഇലകൾ പറിച്ച് തോരൻ വെക്കാം, കറി വെക്കാം. ഒട്ടനവധി ഗുണങ്ങളുണ്ട് മുരിങ്ങയില കൊണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു കമ്പ് നട്ട് വളർത്തുന്നത് നല്ലതായിരിക്കും ഫ്രണ്ട്സ്. ഇത്രയധികം പോഷക ഗുണങ്ങളുള്ള തണ്ട് ഒരെണ്ണം നമ്മൾ വീട്ടിൽ മുറ്റത്ത് സ്ഥലമുള്ളിടത്ത് ഒരു കമ്പ് നട്ട് വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഇല പറിച്ച് തോരൻ വെച്ച് കൊടുക്കുകയോ കറിയാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊരു തോരൻ പോലെ മുട്ടയും ഇലയും ഒക്കെ ചേർത്തൊരു തോരൻ വെച്ച് കൊടുക്കാമെങ്കിൽ കുട്ടികളത് കഴിക്കും. മുരിങ്ങയില തൊലി സന്ധിവാതം, വാതം, കരൾ രോഗം, വീക്കം എന്നിവയ്ക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുന്നു. ഇതിൻ്റെ തൊലി തേനിൽ ചേർത്ത് കഴിക്കുകയോ കഷായം വെച്ച് കുടിക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ മുരിങ്ങ ഇലയും തൊലിയും ഉപയോഗിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്താനും ചർമ്മത്തിന് മുടിക്കും നല്ലതാണ്. കഷായം വെക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മുരിങ്ങ വേരിൻ്റെ തൊലി കഷായം വെച്ച് കുടിക്കും. ഡോക്ടറിൻ്റെ ഉപദേശം തേടുന്നതിന് ശേഷം മാത്രമേ കഷായമായാലും ഏതൊരു എണ്ണയായാലും ഉപയോഗിക്കാവൂ. ഇടയ്ക്ക് കുറച്ച് ഇല പറിച്ച് തോരനൊക്കെ വെക്കുകയോ പിന്നെ കറി വെച്ച് കഴിക്കുകയോ ഒന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡെയിലി ഉപയോഗിക്കേണ്ട, ഇടയ്ക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സി ധാരാളം ഉള്ളതിനാൽ അണുബാധകളെ പനിയെ ചെറുക്കാനും സഹായിക്കുന്നുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഇത് മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ്. മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച വെള്ളം, ചായ, പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മികച്ചൊരു പാനീയമാണ്. മുരിങ്ങയില വെള്ളം തയ്യാറാക്കുന്നത് തിളപ്പിച്ച വെള്ളത്തിൽ മുരിങ്ങയില ഇട്ട്
കുറച്ച് നേരം അടച്ച് വെച്ച് ആ വെള്ളം കുടിക്കുന്നത് ഗുണകരമാണ്. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്, പിന്നെ കാണാം.